ഹലോ എവ്രി വൺ, ദിസ് ഇസ് ദീപ. ഇന്ന് വളരെയധികം സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ടീച്ചേഴ്സ് ഡേ. അപ്പോൾ ഇന്നലെ ഒരു വീഡിയോ 2 ദിവസം മുന്നേ ടീച്ചേഴ്സ് ഡേക്ക് വേണ്ടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ എൻ്റെ ടീച്ചേഴ്സിൻ്റെ ഒരു മെസ്സേജ് പറഞ്ഞിരുന്നു. എൻ്റെ ടീച്ചേഴ്സിന് അതൊരു ലൈവ് സെഷൻ ഗാന്ധിവും അല്ലെങ്കിൽ ഇൻക്രീസ് ഓഫ് ഹാപ്പിനെസ് ഏതെങ്കിലും ഒരു ചാനലിൽ ഞാൻ ഇടും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ടീച്ചേഴ്സിനെയൊക്കെ കോൺടാക്ട് ചെയ്യുകയുണ്ടായി. അപ്പോൾ എനിക്ക് ചില ടീച്ചേഴ്സിനെ ഒന്നും കിട്ടിയില്ല, കണക്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹൈസ്കൂൾ ലെവലിൽ പഠിച്ചിരുന്നപ്പോൾ എന്നെ പഠിപ്പിച്ചിരുന്ന എൻ്റെ സാറിൻ്റെ വൈഫും ഫിസിക്സും മാത്സും ആയിരുന്നു പഠിപ്പിച്ചിരുന്നത്. അവർ 2 പേരും എനിക്ക് ലൈവിൽ വരാൻ പറ്റുമോയെന്ന് അറിയില്ല, നോക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ എന്താ പറയുക, എൻ്റെ വീടിൻ്റെ അടുത്തന്നെയുള്ള ഒരു എൻജിനീയറിംഗ് കോളേജ് റിട്ടയർഡ് ആയിട്ടുള്ള അധ്യാപകനാണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വളരെ അധികം എന്താ പറയുക സ്പെഷ്യലായിട്ടുള്ള ദിവസങ്ങളിൽ മത്സരങ്ങളും ക്വിസും ഒക്കെ നടത്തിയിട്ട് ഞങ്ങളുടെ എന്താ പറയുക വിദ്യാലയ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളും വളരെയധികം എന്താ പറയുക പ്രചോദനം നൽകിയൊരു വ്യക്തിത്വമാണ് ഗോപിനാഥൻ മാസ്റ്റർ. അപ്പോൾ അവരെയൊക്കെ ഞാനൊരു മെസ്സേജ് എനിക്ക് എൻ്റെ ചാനലിലൂടെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് വിളിക്കുകയുണ്ടായി. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു കുറച്ച് നോക്കട്ടെ ഞാൻ പറയാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ എനിക്കൊരു നല്ല 2 കവിതകൾ ഗുരുഭക്തിയെക്കുറിച്ചുള്ള 2 കവിതകൾ എനിക്ക് ഇട്ട് തന്നു. പക്ഷെ അത് വളരെ മനോഹരമായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, നന്നായിട്ട് ആലപിക്കാൻ പറ്റുന്ന ഒരാൾ വേണമല്ലോ എന്ന് ആലോചിച്ചു. അപ്പോഴാണ് എൻ്റെ സാറ് വിളിക്കുന്നത്, മുരളി സാറ് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഞാൻ അതുകൊണ്ട് എന്താ ചെയ്യുക, ഒന്നും വിഷമിക്കേണ്ട, അതൊക്കെ റെഡിയാക്കാം. സാറിൻ്റെ അനിയനാണ് രാജീവ് മാസ്റ്റർ, വളരെ നല്ലൊരു ഗായകനാണ്. മുരളി സാറും നല്ലൊരു ഗായകൻ തന്നെയാണ്. അപ്പോൾ സാറിൻ്റെ എന്താ പറയുക ശബ്ദമാധുര്യത്തിൽ എന്താ പറയുക പോയം വളരെ നല്ല രീതിയിൽ ആലപിച്ച് എനിക്ക് ഇങ്ങോട്ട് അയച്ചു തന്നപ്പോൾ ശരിക്കും അവരുടെ സ്നേഹവും അവരുടെ ഒരു സപ്പോർട്ട് എനിക്ക് വളരെ നന്നായിട്ട് ഫീൽ ചെയ്തു. അത് വളരെ ഹൃദ്യമായ രീതിയിൽ 2 കുഞ്ഞു കവിതകളായിട്ട് എനിക്ക് ഇന്നലെ തന്നെ സാർ അയച്ചു തന്നു. അപ്പോൾ ഇതിനെല്ലാത്തിനും കോർഡിനേറ്റ് ചെയ്ത മുരളി സാറും ശ്രീദേവി ടീച്ചറും രാജീവ് മാഷും ഗോപിനാഥ് സാറും ഇവരെല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് ഇതിലൂടെ ഇടുകയാണ്. അപ്പോൾ ആ കവിത, കുഞ്ഞു കവിത 2 സെഗ്മെൻ്റ് ആയിട്ടാണ്. അപ്പോൾ ആദ്യത്തെ കവിത നമുക്കൊന്ന് കേട്ട് നോക്കാം. പുഞ്ചിരി പൊഴിച്ചുകൊണ്ടോരോ വർഷവുമെത്തും പുതുതാം വദനങ്ങൾ, വൈവിധ്യം മനോഹരം. പുഞ്ചിരി പൊഴിച്ചുകൊണ്ടോരോ വർഷവുമെത്തും പുതുതാം വദനങ്ങൾ, വൈവിധ്യം മനോഹരം. മനസ്സും മസ്തിഷ്കവും ഉത്സാഹച്ചിന്തേരിടാം, അധ്യാപനത്തേക്കാൾ ശ്രേഷ്ഠ ജീവിതം മറ്റൊന്നുണ്ടോ? മനസ്സും മസ്തിഷ്കവും ഉത്സാഹച്ചിന്തേരിടാം, അധ്യാപനത്തേക്കാൾ ശ്രേഷ്ഠ ജീവിതം മറ്റൊന്നുണ്ടോ? ഒരു കൈത്തിരി നാളമെത്രയോ ദീപങ്ങൾക്കായേകിടും പ്രകാശമെന്നോർക്കുക എല്ലായ്പ്പോഴും. ഒരു കൈത്തിരി നാളമെത്രയോ ദീപങ്ങൾക്കായേകിടും പ്രകാശമെന്നോർക്കുക എല്ലായ്പ്പോഴും. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യത്തെ ഭാഗം, ആദ്യത്തെ കവിത?
വളരെ നന്നായിരുന്നു അല്ലേ, കേൾക്കാൻ വളരെ നന്നായിരുന്നു. ഇതിനേക്കാൾ വലിയ മെസ്സേജ് അല്ലേ, വളരെ ചുരുങ്ങിയ വാക്കുകളുണ്ട് വളരെ നന്നായിട്ട് ഒരു മെസ്സേജാണ് തന്നത്. അത് രാജീവ് മാഷ് പാടും കൂടി ചെയ്തപ്പോൾ അതിമനോഹരായി. എല്ലാം വളരെ നന്നായിരുന്നു. ഇനി ഒരു ചെറിയ സെഗ്മെൻറ്റും കൂടിയുണ്ട്. അത് അതിലും നമ്മൾക്ക് അത് കേട്ട് കഴിഞ്ഞാൽ തന്നെ ആ ഒരു മെസ്സേജ് ഫുള്ളായിട്ട് നമ്മൾക്ക് മനസ്സിലേക്ക് എത്തും. അപ്പോൾ അതുകൂടി ഒന്ന് നമുക്ക് കണ്ടുവരാം. ഓക്കെ. ഗുരുവില്ലല്ലോ ഭക്തി തീരെയും ഈ നൂറ്റാണ്ടിൽ പരിച്ഛേദമാം ശിഷ്യർ നിങ്ങളിൽ കാണൂ. ഗുരുവില്ലല്ലോ ഭക്തി തീരെയും ഈ നൂറ്റാണ്ടിൽ പരിച്ഛേദമാം ശിഷ്യർ നിങ്ങളിൽ കാണൂ. പക്ഷേ വേലറ്റ് പോകാൻ മടികാട്ടിലും സ്നേഹത്തിൻ്റെ പേരിടാനാകാത്തൊരു വികാരം പഴം കണ്ണാൻ കാത്തു സൂക്ഷിപ്പാൻ കരുത്തേകട്ടെ കാലം നിന്നിൽ. മർത്യസൗഹൃദത്തിൻ്റെ മാണിക്യച്ചെപ്പെന്നെന്നും മർത്യസൗഹൃദത്തിൻ്റെ മാണിക്യച്ചെപ്പ് എന്നെന്നും. അപ്പോൾ എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. മെസ്സേജ് വളരെ നന്നായി എല്ലാവരിലേക്കും എത്തിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ശ്രേഷ്ഠരുടെ ആ ഒരു സാന്നിധ്യം മൂലം എൻ്റെ ചാനലും ഐശ്വര്യം നിറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹാപ്പിയാണ് ഞാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിപ്പോൾ നമ്മൾക്ക് വളരെ കുറച്ച് ടീച്ചേഴ്സിനെ മാത്രമേ അതിൽ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയുള്ളൂ. നമ്മുടെ കോണുകളിൽ എവിടെയൊക്കെയുള്ള ടീച്ചേഴ്സാണെങ്കിലും എല്ലാവർക്കും നമ്മൾക്ക് അക്ഷരം എന്തെന്നറിഞ്ഞ നാൾ മുതൽ നമ്മളെ ഈ ഒരു ഇതിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അധ്യാപകർ നമ്മളെ ഈ ഒരു ദിനത്തിൽ മാത്രമല്ല, നമ്മുടെ ഓരോ ലൈഫ് സിറ്റുവേഷൻ വരുമ്പോഴും നമ്മളതൊരു ഡയലോഗ് രൂപത്തിലും നമുക്ക് കിട്ടിയ പണിഷ്മെൻ്റായിട്ടും നമുക്ക് കിട്ടിയ ഉപദേശങ്ങളായിട്ടും എന്നും ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നവരാണ് ഗുരുസ്ഥാനീയർ. അതുകൊണ്ട് എല്ലാവർക്കും, എല്ലാ ടീച്ചേഴ്സിനും, അത് എൻ്റെ കൂട്ടുകാരായിക്കോട്ടെ, എന്നെ പഠിപ്പിച്ചവരായിക്കോട്ടെ, എല്ലാവർക്കും ഒരു വളരെ നല്ല ഒരു അധ്യാപക ദിനം ആശംസിക്കുന്നു. അതോടുകൂടി തന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു കാര്യം കൂടി, ഓൺലൈൻ ക്വിസ് നടക്കുന്നുണ്ട്. വൈകുന്നേരമാണ് വിദ്യാർത്ഥികൾക്കുള്ള ഒരു ഓൺലൈൻ ക്വിസ് ലിങ്ക് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ഇതിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ കുട്ടികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ മെയിൽ ID ഇട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്വിസിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. എന്നിട്ട് അതിൽ വളരെ കുറച്ച് പേർക്ക് നിങ്ങളുടെ ടീച്ചറെ കുറിച്ച് ഒന്ന് ഷെയർ ചെയ്യാനുള്ള ഒരു വണ്ടർഫുൾ ചാൻസും കൂടി ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ അതുകൂടാതെ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് എൻ്റെ എല്ലാ ടീച്ചേഴ്സും ഓരോ സ്റ്റേജിലുള്ള ഓരോ ടീച്ചേഴ്സിനെയും എനിക്ക് കിട്ടാനുള്ള ഭാഗ്യമുണ്ടായി, ആ ലൈവ് സദസ്സിലേക്ക് കിട്ടാൻ ഭാഗ്യമുണ്ടായി. പിന്നെ എൻ്റെ കുറച്ച് എന്താ പറയുക എൻ്റെ കൂടെ പഠിച്ച MCAക്ക് പഠിച്ച കുറച്ച് പേരും എല്ലാവരെയും ഒന്നും നമുക്ക് ഒത്തിരി പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ, വളരെ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് 2 മണിക്ക് നമുക്ക് ഒരു സംഗമം നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണണം. എല്ലാ നമ്മുടെ ടീച്ചേഴ്സിലേക്കും ഈ മെസ്സേജ് എത്തിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് തന്നെയാണ് ഈ ചാനലിൻ്റെയും മുന്നോട്ടുള്ള ആ ഒരു പ്രയാണം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനലിൻ്റെ ഉദ്ദേശം അതുതന്നെയാണ്, നിസ്വാർത്ഥമായ സേവനം, നല്ല നല്ല മെസ്സേജും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷനും എല്ലാവരിലേക്കും എത്തിക്കുക. അത് തന്നെയാണ് എനിക്ക് പ്രചോദനമായിട്ടുള്ളത്. കാരണം എനിക്കും പേഴ്സണലായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നപ്പോൾ പോയിട്ട് പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയിട്ട് പഠിക്കാനുള്ള അവസ്ഥയില്ലാത്തപ്പോൾ ഞാൻ ഡിപ്പെൻഡ് ചെയ്തിരുന്ന യൂട്യൂബിലായിട്ട് പല IIT പ്രൊഫസേഴ്സിൻ്റെ ഒക്കെ കണ്ടപ്പോൾ എനിക്കതൊരു ഇൻസ്പിറേഷനായിരുന്നു. അവർ ചെയ്യുന്ന ആ ഒരു സേവനം വളരെ നല്ലതായിരുന്നു. അതുകൊണ്ട് എനിക്കും എന്നാലാവുന്നത് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നൊരു തോട്ടിൽ നിന്നാണ് ഇങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. എനിവേ നിങ്ങളുടെ എല്ലാവരുടെയും, എൻ്റെ
ക്ലോസ് കമ്മ്യൂണിറ്റി എല്ലാവരുടെയും സപ്പോർട്ടിന് മനസ്സ് നിറഞ്ഞ നന്ദി. എല്ലാവർക്കും വണ്ടർഫുൾ ഹാപ്പി ടീച്ചേഴ്സ് ഡേ.